CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ദൈവപുത്രന്റെ ത്യാഗനിർഭരമായ സ്മരണകളിൽ ദേവാലയങ്ങളിൽ ദുഃഖവെള്ളി ആചരണം. 50 നോമ്പാചരണത്തിൽ ഓശാന ഞായറാഴ്ച മുതൽ ഉയിർപ്പു തിരുനാൾ വരെയുള്ള വിശുദ്ധവാരത്തിലെ ഭക്തിനിർഭരവും വികാരഭരിതവുമായ തിരുകർമ്മങ്ങൾക്കാണ് ദുഃഖവെള്ളിയാഴ്ച ക്രൈസ്തവ സമൂഹം സാക്ഷ്യം വഹിച്ചത്. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് സെന്ററിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച അപകടം. രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസാണ് കാറിലിടിച്ചത്. വാഹനങ്ങളിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ആവേശപൂർവ്വം അണ്ടത്തോട് നേർച്ച. 2 ദിവസങ്ങളിലായി നടന്ന അണ്ടത്തോട് കൊടികുത്ത് ചന്ദനക്കുടം നേർച്ചയാഘോഷം സമാപിച്ചു. വൈവിധ്യമാർന്ന ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ മധ്യമേഖലാ ക്ഷേത്രങ്ങൾക്കുള്ള ധനസഹായ വിതരണം ദേവസ്വം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. 662 ക്ഷേത്രങ്ങൾക്കായി നൽകിയത് 4.36 കോടിയുടെ ധനസഹായം. ക്രിസ്തുവിന്റെ പീഠാനുഭവ വാര സമാപനത്തിന്റെ ഭാഗമായി കുന്നംകുളം YMCA ഒരുക്കുന്ന ഗാനസന്ധ്യ ശനിയാഴ്ച നടക്കും. YMCA ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 6-ന് സംഗീത വിരുന്ന് ആരംഭിക്കും. കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളാർക്കാട് തിപ്പലശ്ശേരി റോഡിന്റെ പുനർനിർമ്മാണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തിയ ഒപ്പുശേഖരണവും പ്രതിഷേധവും ജനങ്ങളെ കബളിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള രാഷ്ട്രീയ നാടകമാണെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ. ഹൃദയാഘാതം മൂലം യുവാവ് മരിച്ചു. പുലിയന്നൂർ മാടശ്ശേരി കിഴക്കോട്ട് പരേതനായ ശശിധരൻ നായരുടെ മകൻ അപ്പു എന്ന് വിളിക്കുന്ന 26 വയസ്സുള്ള ശരത്താണ് മരിച്ചത്. മന്നലാംകുന്ന് ബീച്ചിൽ പുന്നേറു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നിർമ്മിക്കാനുദ്ദേശിച്ചിട്ടുള്ള MCF-നെതിരെ കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധജ്വാലയും ഐക്യദാർഢ്യ പ്രതിജ്ഞയും നടത്തി. വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഗുരുവായൂർ നിയോജകമണ്ഡലതല വിജ്ഞാന കൗൺസിൽ യോഗം നടന്നു. ഗുരുവായൂർ MLA NK അക്ബറിന്റെ അധ്യക്ഷതയിൽ ചാവക്കാട് PWD റെസ്റ്റ് ഹൌസിലായിരുന്നു യോഗം. കടവല്ലൂർ പഞ്ചായത്തിലെ പരുവക്കുന്ന് വാർഡ് കുടുംബശ്രീ ADS വാർഷികം ആഘോഷിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിനു കീഴിലുള്ള അരിയന്നൂർ ശ്രീ ഹരികന്യക ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ഗ്രാമബലിയും പള്ളിവേട്ടയും നടന്നു. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ഏപ്രിൽ 24-ന് സംയുക്ത മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ റാലി വിജയിപ്പിക്കുന്നതിനു വേണ്ടി സംഘാടക സമിതി യോഗം ചേർന്നു. വൈകിട്ട് 4-ന് വന്നേരി പാലസ് ഗ്രൗണ്ടിൽ നിന്ന് റാലി ആരംഭിച്ച് വടക്കേകാട് TMK റീജൻസിയിൽ സമാപിക്കും. പൊന്നയൂർകുളം ചമ്മന്നൂർ മാഞ്ചിറക്കൽ ശ്രീഭഗവതി ക്ഷേത്രത്തിലെ വേലമഹോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന പ്രസാദ ഊട്ടിനായി ഇല്ലം നിറയും സമർപ്പണവും നടത്തി. വികസന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടുമായി വീടുകളിലെത്തി ഗുരുവായൂർ നഗരസഭയിലെ 27-ാം വാർഡ് കൗൺസിലർ VK സുജിത്ത്. വാർഡിലെ എല്ലാ കുടുംബങ്ങൾക്കും കൗൺസിലറുടെ കൈനീട്ടമായി ക്ലോക്കും സമ്മാനിച്ചു. വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മന്നലാംകുന്ന് മേഖലയിൽ മഹല്ല് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച നടത്തുന്ന ബഹുജന റാലിയും പൊതുസമ്മേളനവും വിജയിപ്പിക്കുന്നതിനായി സംഘാടക സമിതി യോഗം ചേർന്നു. വെങ്കിടങ്ങ് തോയക്കാവ് സഫ്ദർ ഹാഷിമി ഗ്രാമീണവേദിയും എങ്ങണ്ടിയൂർ ഇളയാൽ സ്വിമ്മിംഗ് അക്കാദമിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന നീന്തൽ പരിശീലന ക്യാമ്പിന് തുടക്കമായി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.